നിങ്ങളെ പരീക്ഷിക്കേണ്ടതിന് പിശാച് നിങ്ങളെ ചിലരെ തടവിലാക്കുവാൻ പോകുന്നു. 10 ദിവസം നിങ്ങൾക്ക് ഉപദ്രവമുണ്ടാകും. മരണപര്യന്തം വിശ്വസ്തനായിരിക്കാം, എന്നാൽ ഞാൻ നിനക്ക് ജീവ കിരീടം തരും. ആമേൻ. വെളിപ്പാട് പുസ്തകം ആണ് നമ്മൾ 2-ാം അധ്യായം വായിച്ചു കേട്ടത്. ഞാൻ ഇവിടെ വന്നപ്പോൾ ദൈവാത്മാവ് ഓർപ്പിച്ച ഒരൊറ്റ കാര്യം പറഞ്ഞുകൊണ്ട് ഈ ക്ലാസ്സിലേക്ക് അല്ലെങ്കിൽ ദൈവജനത്തിലേക്ക് കടക്കാൻ താല്പര്യപ്പെടുകയാണ്. പ്രത്യേകിച്ച് പെന്തക്കോസ്ത് ഐക്യവേദി സഭ വളരെ ശക്തമായിട്ട് ഐക്യവേദിയുടെ പ്രസ്ഥാനം ശക്തമായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രസ്ഥാനം, ആളുകളിൽ ഏറ്റവും കൂടുതൽ ശക്തമായിട്ട് പ്രാർത്ഥിച്ചു മുന്നേറുന്ന ഒരു സഭ ആയിരിക്കണം. പെന്തക്കോസ്ത് ഐക്യവേദിയിലെ ദൈവദാസന്മാര് ഇവിടെ കടന്നു വന്ന് നിങ്ങൾക്ക് വേണ്ടി ശക്തമായിട്ട് പ്രാർത്ഥിച്ചതല്ല, നിങ്ങൾ വളരെ ശക്തമായിട്ട് പ്രാർത്ഥിക്കണം. 1-2 കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ. പ്രാർത്ഥിക്കുന്ന വ്യക്തി ഒരിക്കലും പരാജയപ്പെടത്തില്ല. വളരെ ശ്രദ്ധിക്കണം. ആമേൻ. ദൈവത്തിന്റെ സന്നിധിയിൽ മുട്ടുമടക്കി കരയുന്ന ഒരു വ്യക്തിക്ക് ഒരു മനുഷ്യന്റെ മുമ്പിൽ ചെന്ന് കരയേണ്ട ഗതികേട് സ്വർഗം അനുവദിക്കത്തില്ല. മനസ്സിലാവുന്നു? ഞാൻ പറയുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കി ഈ ദിവസങ്ങളിൽ നിങ്ങൾ അത് നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരണം. 1, പ്രാർത്ഥിക്കുന്ന വ്യക്തി പരാജയപ്പെടത്തില്ല. 2, ദൈവത്തിന്റെ സന്നിധിയിൽ കരയുന്ന വ്യക്തിക്ക് ഒരു മനുഷ്യന്റെ മുമ്പിൽ ചെന്ന് കരയേണ്ട ഗതികേട് ദൈവം വരുത്തത്തില്ല. ദൈവസന്നിധിയിൽ ഉപവസിക്കുന്ന വ്യക്തിയെ ഒരു പൈശാചിക ശക്തികൾക്കോ മാനുഷ്യ ശക്തികൾക്കോ തകർക്കുവാൻ തക്കവണ്ണം സാധ്യമല്ല. നിങ്ങൾ ഏതൊക്കെ കാര്യം മറന്നുപോയാലും ഈ കാര്യം മറന്നുപോലും. ഞാൻ പറയുന്ന ദൈവവചനങ്ങൾ നിങ്ങൾ മറന്നുപോയാലും ഈ കാര്യം മറന്നുപോലും. ഇതിനോടനുബന്ധിച്ച് 8 കാര്യം ദൈവാത്മാവിലേക്ക് തന്നത്. അത് അത്രയും പ്രസംഗിക്കണമെങ്കിൽ ഒരു 15 മിനിറ്റ് വേണം. ഞാൻ അതവിടെ കട്ട് ചെയ്യുക. ദൈവത്തിന് സ്തോത്രം. ആരൊക്കെ ദൈവസന്നിധിയിൽ ഉപവസിച്ചോ, ആരൊക്കെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു കരഞ്ഞോ, ആരൊക്കെ ദൈവസന്നിധിയിൽ മുട്ടിപ്പായി പ്രാർത്ഥിച്ചോ, അവരെല്ലാം വിടിവിക്കപ്പെട്ടവരുടെ ഒരു ചരിത്രം പഴയ നിയമത്തിൽ നിന്ന് നിങ്ങളോട് സംസാരിക്കുവാൻ എനിക്കുണ്ടായി. പക്ഷേ സമയം എനിക്ക് കുറവായതുകൊണ്ട് ഞാൻ ആ ഭാഗം നിർത്തുന്നു. ഇവിടെ വെളിപ്പാട് പുസ്തകം എഴുതിയത് യോഹന്നാനാണെന്ന് എല്ലാവർക്കും അറിയാം. യോഹന്നാനെ കുറിച്ച് എല്ലാവർക്കും അറിയാം. വളരെ ചെറുപ്പകാലത്ത്, അഥവാ വളരെ പ്രായം കുറഞ്ഞ സമയത്ത് കർത്താവിനോട് ചേർന്ന് ശുശ്രൂഷയ്ക്കായിട്ട് അല്ലെങ്കിൽ കർത്താവിന്റെ പുറകെ ഇറങ്ങി തിരിച്ച അനുഗ്രഹിക്കപ്പെട്ട ഒരു ഭക്തനാണ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ മാറോട് ചേർന്നിരുന്ന് കർത്താവായ യേശുക്രിസ്തുവിന്റെ ഹൃദയത്തിന്റെ സ്പന്ദനം അനുഭവിച്ച് മനസ്സിലാക്കിയ അനുഗ്രഹിക്കപ്പെട്ട ഒരു ഭക്തനാണ് യോഹന്നാൻ എന്ന് പറയുന്നത്. യോഹന്നാൻ എന്ന വാക്കിന്റെ അർത്ഥം കൃപ എന്നാണ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ ഈ യോഹന്നാൻ, അപ്പോസ്തലനായ യോഹന്നാൻ 5 പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. 1-ാമത്തെ പുസ്തകമാണ് യോഹന്നാൻ സുവിശേഷം. 2-ാമത്തെ പുസ്തകമാണ് 1 യോഹന്നാൻ. 3-ാമത്തെ പുസ്തകമാണ് 2 യോഹന്നാൻ. 4-ാമത്തെ പുസ്തകമാണ് 3 യോഹന്നാൻ. 5-ാമത്തെ പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം. മനസ്സിലാവുന്നുണ്ടല്ലോ ഞാൻ പറയുന്നത്? 5-ാമത്തെ പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം. അങ്ങനെ 5 പുസ്തകങ്ങൾ എഴുതിയ അനുഗ്രഹിക്കപ്പെട്ട ഒരു ഭക്തനാണ് യോഹന്നാൻ. കർത്താവിന്റെ ശിഷ്യന്മാരിൽ ഏറ്റവും പ്രായാധിക്യത്തിൽ മരണപ്പെട്ട അനുഗ്രഹിക്കപ്പെട്ട ഒരു ഭക്തനാണ് ഈ യോഹന്നാൻ എന്ന് പറയുന്ന അപ്പോസ്തലൻ. കർത്താവിന്റെ വചനത്തിൽ നമ്മൾ ഇങ്ങനെ കാണുന്നു. അപ്പോസ്തലൻ ഈ യോഹന്നാൻ ഡൊമീഷ്യൻ ചക്രവർത്തിയുടെ കാലത്തും നീറോ ചക്രവർത്തിയുടെ കാലത്തൊക്കെ വളരെ ശക്തമായിട്ട് സുവിശേഷം അറിയിച്ച ഒരു വ്യക്തിയാണ്. ഡൊമീഷ്യൻ ചക്രവർത്തി, നീറോ ചക്രവർത്തിയുടെ കാലഘട്ടങ്ങളിൽ വളരെ ശക്തമായിട്ട് സുവിശേഷം അറിയിച്ചു കൊണ്ടിരിക്കുമ്പോൾ വളരെ പീഡകൾ സഭകൾക്ക് ഉണ്ടായി. കാരണമുണ്ട്. അവിടെ ഈ ഡൊമീഷ്യൻ ചക്രവർത്തിയുടെ കാലത്ത് ആ ദേശത്തൊക്കെയും
ഭയങ്കരമായിട്ട് പൈശാചിക ശക്തികളെ ആരാധിച്ച് മുന്നോട്ട് പോകുന്ന ഒരു ദേശമാണ്. ഗ്രീക്കിൽ ഡയാന എന്ന് പറയുന്ന ഒരു ശക്തമായിട്ടുള്ള ഒരു ദേവിയെ ആരാധിക്കുന്ന ഒരു ദേശത്താണ് അപ്പോസ്തലനായ യോഹന്നാൻ വളരെ ശക്തമായിട്ട് സുവിശേഷം അറിയിക്കുവാൻ ഇടയായി തീർന്നത്. ദൈവത്തിന് സ്തോത്രം. AD 96 കാലഘട്ടങ്ങളിലാണ് അപ്പോസ്തലനായ യോഹന്നാൻ ഈ പുസ്തകം എഴുതുവാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നത്. അപ്പൊ ഡയാന എന്ന് ഗ്രീക്കിൽ പറയുന്ന ദേവിയുടെ ക്ഷേത്രത്തിന്റെ ആ ദേശത്തിന്റെ മധ്യത്തിൽ വളരെ ശക്തമായിട്ട് ദൈവത്തിന്റെ അരുളപ്പാടുകൾ യോഹന്നാൻ അറിയിച്ചു കൊണ്ടുപോകുന്ന കാലഘട്ടങ്ങളിൽ വളരെ പീഡകൾ ഉണ്ടാകുന്നു. ആ ഡയാന എന്ന് പറയുന്ന ആ ദേവി, ആ ശക്തിക്ക് ഒരു പ്രത്യേകതയുണ്ട്. അവിടെ അവൾക്കൊരു പ്രസാദം അവൾ പ്രസാദിക്കണമെങ്കിൽ 1 മനുഷ്യബലി, 2 മൃഗബലി, 3 മ്ലേച്ഛത. മനസ്സിലാകുന്നുണ്ടല്ലോ? 1 മനുഷ്യബലി, 1 മൃഗബലി, 3 മ്ലേച്ഛത. അതായത് പാപത്തിന്റെ ശക്തി. ഇങ്ങനെ ഈ 3 മാത്രമാണ് അവൾ പ്രസാദിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സ്ഥലത്ത്, ആ ദേശത്ത് സർവശക്തനായ ദൈവം, അഖിലാണ്ടത്തിന്റെ ഉടയവനായ ദൈവത്തെ കുറിച്ച് ശക്തമായിട്ട് സുവിശേഷം അറിയിച്ച യോഹന്നാനെ നീറോ ചക്രവർത്തിയുടെ ആൾക്കാരെല്ലാം കൂടെ ചേർന്ന് പിടിച്ചുകെട്ടി തടവിലാക്കി അടിച്ചു. എന്തിനു വേണ്ടി അടിച്ചത്? അവൻ ഒരു കാരണവശാലും ഇനി കർത്താവിന്റെ വചനവുമായിട്ട് ദേശത്തിറങ്ങി നിൽക്കുവാൻ സാധ്യമല്ല. ഒരു ദൂത് ആത്മാവിൽ കൈമാറുവാൻ താല്പര്യപ്പെടുക. നിങ്ങളുടെ ദേശത്ത് സുവിശേഷം അറിയിക്കുവാൻ കഴിയാത്ത രീതിയിൽ പൈശാചിക ശക്തികൾ, മാനുഷികമായിട്ടുള്ള ശക്തികൾ ശക്തമായിട്ട് പോരാടുമ്പോൾ നിങ്ങളുടെ ആരാധനകൾ, ഉപവാസങ്ങൾ, പ്രാർത്ഥനകൾ തകർക്കുവാൻ വേണ്ടി ശക്തമായിട്ട് പോരാടുമ്പോൾ ഇന്ന് പകൽക്കാലം ആത്മാവിൽ ദൂത് പറയട്ടെ, നിങ്ങളെ കുറിച്ചൊരു വാഗ്ദത്തം ദൈവം നിങ്ങൾക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം ഒരു ദുഷ്ട ശക്തികൾക്ക് നിങ്ങളെ തകർത്ത് കളയുവാൻ അവിടെ അനുവാദമില്ല. കാരണം നിങ്ങളെ വിളിച്ചുറക്കിയ ദൈവമാണ്, ശുശ്രൂഷ നൽകിയ ദൈവമാണ്, വിശ്വാസം നൽകിയ ദൈവമാണ്, പ്രത്യാശ നൽകിയ ദൈവമാണ്. ഈ തീരെ അണയ്ക്കുവാൻ ഈ ലോകത്തിന് ഒരു തീരത്തിനും സാധ്യമല്ല. അഭിഷേകത്തിന്റെ ശക്തിയാൽ ചില നുകങ്ങൾ തകരട്ടെ. കേട്ടോ, അവൻ ഈ സുവിശേഷം കർത്താവിന്റെ ദാസന്റെ നാവിൽ നിന്ന് വരുന്ന ദൈവത്തിന്റെ വചനങ്ങള് ഒരു കാരണവശാലും ഇവിടെ വെളിപ്പെടുവാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവനെ പിടിച്ചു തടവിലാക്കി അടിച്ചു മുറിവേൽപ്പിച്ചു. കൊല്ലുവാൻ വേണ്ടിയൊക്കെ ആഗ്രഹിച്ചു, പക്ഷെ നടക്കുന്നില്ല. ചരിത്രം പറയും. ഞാൻ ചരിത്രം പഠിക്കുവാനിടയായി. ചരിത്രം പഠിച്ചത് ഈ വെളിപ്പാട് പുസ്തകത്തിലെ 22 അധ്യായത്തിലെ ചരിത്രങ്ങൾ വളരെ വ്യക്തമായിട്ട് സ്പഷ്ടമായിട്ട് പഠിച്ചു മനസ്സിലാക്കി അനന്തരമാണ് നിങ്ങളോട് പ്രസംഗിക്കുന്നത്. ദൈവത്തിന്റെ സ്തോത്രം. ബാധ കലശം അങ്ങോട്ട് പോകാൻ എനിക്ക് സമയമില്ല. അപ്പോൾ അവൻ വളരെ ശക്തമായിട്ട് ചരിത്രം പറയുകയാണ്. ഈ യോഹന്നാനെ എണ്ണയിലിട്ട്, തിളച്ച എണ്ണയിലിട്ട് പപ്പടം പൊള്ളിക്കും പോലെ പൊള്ളിച്ച് എടുക്കുവാൻ നോക്കി. കണ്ടോ, അവൻ കർത്താവിന് വേണ്ടി അഹോരാത്രം അധ്വാനിക്കുന്ന ഒരു വ്യക്തിയെ അവൻ ഈ സുവിശേഷം വെളിയിലോട്ട് പ്രചരിപ്പാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ദുഷ്ട മനുഷ്യന്റെ ഹൃദയത്തിനകത്തേക്ക് പിശാച് പ്രവർത്തിക്കുന്ന അനുഭവങ്ങളാണ്. ഇന്ന് പകൽക്കാലം മറന്നു പോകരുത്. നിങ്ങളുടെ തലമുറകളുടെ ജീവിതങ്ങളിലും നിങ്ങൾ കർത്താവിന് വേണ്ടി വളരെ ശക്തമായിട്ട് നിൽക്കുമ്പോൾ നിങ്ങളുടെ തലമുറകളെയൊക്കെയും ദൈവഭാഗത്ത് നിന്ന് അകറ്റി നിങ്ങളെ പൊള്ളിപ്പിക്കുന്ന അനുഭവത്തിൽ പ്രതികൂലങ്ങൾ അവരെ കുറിച്ച് ഭാരപ്പെടത്തക്ക രീതിയിൽ പിശാച് തന്ത്രപൂർവ്വം ചില പദ്ധതികൾ ഒരുക്കുമ്പോൾ തലമുറകൾക്ക് വേണ്ടി കരയുന്ന ഒരു മാതാവും ഒരു പിതാവും ഇവിടെ നിന്ന് എഴുന്നേൽക്കട്ടെ. യെരൂശലേം പുത്രിമാരെ, നിങ്ങൾ ഉയർച്ചയിൽ ലഭിക്കാൻ ആവശ്യമില്ല. നിങ്ങളെ നിങ്ങളുടെ തലമുറകളെ നോക്കണമേ. ഞാൻ ചരിത്രം പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, ഈ എണ്ണയിലിട്ട് അവനെ യോഹന്നാനെ ഒപ്പിച്ചിട്ടും അവനിങ്ങനെ ചാകാതെ കിടന്നപ്പോൾ, അല്ലെങ്കിൽ ഒന്നും പറ്റാതെ കിടന്നപ്പോൾ 2 പടയാളികൾ വന്ന് 2 സൈഡിൽ വലിയ ഈ ചോറളക്കണ ആപ്പ പോലത്തെ സാധനം എടുത്ത് തിരിച്ചും മറിച്ചും അദ്ദേഹത്തെ ഇട്ടിട്ടും എന്ത് ചെയ്യുന്നില്ല, അദ്ദേഹത്തിന്റെ ശരീരം പൊള്ളുന്നില്ല. അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, ഒരു ബ്ലാങ്കറ്റ് ഉണ്ടെങ്കിൽ, ഒരു കമ്പിളി പുതപ്പുണ്ടെങ്കിൽ കൊണ്ടുവരാൻ, തണുക്കുന്നു. ഇവിടെ ചൂടാ, മനസ്സിലായോ? ഇവിടെ ഭയങ്കര തീയ, പൊള്ളുകയാ, പക്ഷെ ശരീരത്തിൽ പൊള്ളലേക്കുന്നില്ല. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നീറുന്ന വിഷയങ്ങൾ ജീവിതത്തിനകത്തുണ്ടെങ്കിലും അവിടെ ദൈവത്തിന്റെ സന്നിധിയിൽ മുട്ടുമടക്കുന്നവരുടെ ജീവിതത്തിനകത്ത് ആ പൊള്ളലുകളെ മാറ്റി ഇന്ന് പകൽക്കാലം ഒരു സമാധാനവും സൗഖ്യവും സ്വസ്ഥതയും നൽകുന്ന ആ ദൈവത്തെ ഇന്ന് പകൽക്കാലം ഞങ്ങൾ ആരാധിക്കുന്നത്. അതുകൊണ്ട് എത്ര ചൂടേറിയ അനുഭവങ്ങൾ ജീവിതത്തിനകത്ത് കടന്നു വന്നാലും നിന്നെ തകർക്കുവാനോ നിന്റെ വിശ്വാസ ജീവിതത്തെ നഷ്ടമാക്കി
പറയാമോ? ആർക്കും സാധ്യമല്ല. എന്ന് പകലിൽ ഒരു തുണി മാറട്ടെ. യോബിനെ കുറിച്ച് പഠിക്കുമ്പോൾ യോബിന്റെ ജീവിതത്തിനകത്ത് ഭക്തിക്ക് വേണ്ടി നിന്ന, വിശ്വസ്തതയ്ക്ക് വേണ്ടി നിന്ന, വിശുദ്ധിക്ക് വേണ്ടി നിന്ന, ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ജീവിച്ച മനുഷ്യന്റെ ജീവിതത്തിനകത്ത് അവൻ പ്രതികൂലത്തിന്റെ കൂമ്പാരമായിരുന്നു. തന്റെ സ്നേഹിതർ കൈവിട്ടു, തന്റെ ഭാര്യയെ കൈവിട്ടു, തന്നെ ആശ്വസിപ്പാൻ വന്നവന് പോലും തന്റെ ഭാവം നിമിത്തമാണ് ഈ രീതികൾ, ഈ ബുദ്ധിമുട്ടും നീ അനുഭവിക്കുന്നെന്ന് പറഞ്ഞ് തള്ളി പറഞ്ഞപ്പോൾ അവരെയും പതറിപ്പോകാതെ ദൈവസന്നിധിയിൽ നിലനിന്ന യോബിന്റെ ജീവിതത്തിൽ 41 അധ്യായങ്ങളിൽ പ്രതികൂലമാണെങ്കിൽ 42ാമത്തെ അധ്യായത്തിൽ നഷ്ടപ്പെട്ടതിന്റെ ഹീരത്തി തിരിച്ചും മടക്കിയെടുക്കുന്ന ഒരു യോബിനെ നമുക്ക് കാണുവാനിടയായിട്ടുണ്ട്. ഇന്ന് വൈകുന്നേരത്തിലെ ദൈവത്തിന്റെ മുന്നിൽ നിന്റെ ജീവിതത്തിനകത്ത് കർത്താവിന്റെ നാമത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചതിന് എന്തൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടോ അതൊക്കെ ഇരട്ടി നൽകുന്ന ഒരു കർത്താവിന്റെ പകൽ ഇവിടെ വന്നിട്ടുണ്ട്. കാര്യം പഠിച്ചു ദൈവത്തെ സ്തുതിക്കട്ടെ. ഇത്രയും പ്രതികൂലങ്ങളൊക്കെ യോഹന്നാന്റെ ജീവിതത്തിൽ കടന്നു വന്നിട്ടും അവൻ ചാകാത്തത് നിമിത്തമായിട്ട് ചരിത്രം പറയുന്നു അവനെ പത്മോസ് എന്ന ഏകാന്ത ദ്വീപിലേക്ക് നാടുകടത്തുവാൻ ഇടയായിത്തീർന്നു. കഴുതപ്പുറത്തായിരിക്കും ആ കാലഘട്ടങ്ങളിൽ കൂടുതൽ. ഡൊമേഷ്യൻ ചക്രവർത്തിയുടെ ആൾക്കാര് നേരെ പത്മോസ് എന്ന ഏകാന്ത ദ്വീപിലേക്ക് നാടുകടത്തി. ദ്വീപിനെ കുറിച്ച് ചില കാര്യങ്ങൾ മാത്രം ഓർപ്പിക്കാൻ എനിക്ക് പറയുവാനുള്ള സമയമില്ല. പത്മോസ് എന്ന ഏകാന്ത ദ്വീപ് കൂറ്റൻ മതിലുകളാൽ കെട്ടപ്പെട്ട ഒരു ദ്വീപ്, പാറക്കൂട്ടങ്ങൾ മാത്രം നിറഞ്ഞു കിടക്കുന്ന ദ്വീപ്, കഴുകന്മാർ വട്ടമിട്ട് പറക്കുന്ന, വിറ്റവരും ഉടയവരും നഷ്ടപ്പെട്ടു പോയ വ്യക്തികളെ കൊണ്ട്, അനാഥരെ കൊണ്ട് കളയുന്ന സ്ഥലമാണ് പത്മോസ് എന്ന ഏകാന്ത ദ്വീപ്. കാരണം ചത്തുകിടക്കുന്ന അല്ലെങ്കിൽ ചാവാൻ കിടക്കുന്ന വ്യക്തികളെ അതിനവരിൽ കൊത്തി ഭക്ഷിക്കുവാൻ വേണ്ടി, ചത്തു കഴിഞ്ഞാൽ മനുഷ്യൻ ചത്തു കഴിഞ്ഞാൽ കൊത്തി ഭക്ഷിക്കുവാൻ വേണ്ടി വട്ടമിട്ട് പറക്കുന്ന കഴുകന്മാർ. ദൈവത്തിന് സ്തോത്രം. ഇളയുന്ന പാമ്പുകൾ. പത്മോസ് ദ്വീപിന്റെ പ്രത്യേകത മനസ്സിലാക്കണം. കൂറ്റൻ മതിലുകൾ, വട്ടമിട്ട് പറക്കുന്ന കഴുകൻ കൂട്ടങ്ങൾ, അതിലെ തറയിൽ ഇഴയുന്ന പാമ്പിൻ കുഞ്ഞുങ്ങൾ, പാമ്പിൻ കൂട്ടങ്ങൾ, പാറക്കഷ്ണങ്ങൾ. വേറെ ആരുമില്ല, ഒരു മനുഷ്യനുമില്ല, ആരും ഇല്ല. ദൈവത്തിന് സ്തോത്രം. വളരെ ശ്രദ്ധിക്കണം. എന്ന് പകലിൽ മനസ്സിലാക്കി നമ്മൾ കടന്നു പോകണം. ആരുമില്ല, കൂടെ പ്രാർത്ഥിക്കുവാൻ ആരുമില്ല, കൂടെ ദൈവസന്നിധിയിൽ നിലവിളിക്കുവാൻ ആരുമില്ല. ഏകാന്ത അവസ്ഥയില് യോഹന്നാൻ കർത്തൃ ദിവസത്തിൽ ആത്മവിമർശനായി അവൻ മുട്ടുമടക്കുകയാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നിന്നോടൊപ്പം ചേർന്ന് ദൈവത്തെ ആരാധിക്കുവാൻ ആരും ഇല്ല എന്ന് പറഞ്ഞ് നീ ഭാരപ്പെടേണ്ട ആവശ്യമില്ല. ഇന്ന് പകൽക്കാലം നിനക്ക് വേണ്ടി സ്വർഗത്തിലെ ദൈവമുണ്ട്. നീ ദൈവത്തിന്റെ സന്നിധിയിൽ വിശ്വസ്തതയായിട്ട് നിലനിൽക്കുന്ന വ്യക്തിയാണെങ്കിൽ ഇന്ന് പകൽക്കാലം ഏത് പത്മസിന്റെ അനുഭവത്തിലോ ഏത് തീച്ചൂളയുടെ അനുഭവത്തിലോ നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ഒരു സ്വർഗം ഇന്ന് പകൽക്കാലമുണ്ട്. ദൈവത്തിന്റെ സന്നിധിയിൽ വിശ്വസ്തതയാണ് നിൽക്കുന്ന ധനത്തിന് വേണ്ടി ഇറങ്ങുന്ന ഒരു സർവശക്തനായ ദൈവം ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. നെബൂഖദ്നേസർ രാജാവ് ദാനിയേൽ പ്രവചന പുസ്തകം വായിക്കുമ്പോൾ 3-ാം അധ്യായത്തിൽ നെബൂഖദ്നേസർ രാജാവ് പൊന്നുകൊണ്ട് ബാബേൽ സംസ്ഥാനത്ത് ഒരു വിഗ്രഹം ഉണ്ടാക്കി. അതിനെക്കുറിച്ച് പറയുന്നു, തമ്പുരു നാദം വീണാൻ, വാദ്യനാഥം മുതലായ വാദ്യനാഥം കേൾക്കുമ്പോൾ വിഗ്രഹത്തിന്റെ മുമ്പിൽ വീണ് നമസ്കരിക്കുന്നവനെയൊക്കെയും വിടിവിക്കും, നമസ്കരിക്കാത്തവരൊക്കെയും എരിയുന്ന തീച്ചൂളയിൽ തള്ളിയിടും. ശ്രദ്ധിക്കണം. നമസ്കരിക്കാത്തവരൊക്കെയും എരിയുന്ന തീച്ചൂളയിൽ തള്ളിയിടും. അവിടെ ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോവ്. ഞാൻ ചുരുക്കം വാക്കുകളിൽ പറയുന്നത്, എന്റെ മുമ്പിൽ സമയമില്ലാത്തത് കൊണ്ട് ചുരുക്കം വാക്കുകളിൽ പറയുന്നു. അവിടെ ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോവ് പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഞങ്ങൾ സേവിക്കുന്ന ഞങ്ങളുടെ ദൈവം, ഹല്ലേലൂയ, ഞങ്ങൾ സേവിക്കുന്ന ഞങ്ങളുടെ ദൈവം രാജാവിന്റെ കയ്യിൽ നിന്ന് വിടിവിക്കാൻ അവൻ ശക്തനാണ്. പക്ഷെ വിടിവിച്ചില്ലെങ്കിലും ഇന്ന് പകൽക്കാലം പറയട്ടെ, അവർ ഒരു മനസ്സോടെ പറഞ്ഞ് വിടിവിച്ചില്ലെങ്കിലും ഈ ദൈവത്തെ അല്ലാതെ മറ്റൊരു ദൈവത്തെ സേവിക്കുകയില്ല, മറ്റൊരു ദൈവത്തെ സേവിക്കുകയില്ല, മറ്റൊരു ദൈവത്തെ സേവിക്കുകയില്ല. ഹല്ലേലൂയ. ക്രിസ്തീയ ജീവിതത്തിനകത്ത്, പ്രിയ ദൈവമക്കളെ, ക്രിസ്തീയ ജീവിതത്തിനകത്ത് പ്രതികൂലങ്ങളിൽ കൂടെ കടന്നു പോകുന്നവരാണ് ദൈവമക്കൾ. നമുക്ക് ഈ ലോകം അനുകൂലമല്ല. ഹല്ലേലൂയ. കർത്താവിന്റെ വചനം പറയുന്നു, അഗ്നിശോധനയെങ്കിൽ ഒരു അപൂർവ കാര്യം വന്നു എന്ന് വെച്ച് നിങ്ങൾ അതിശയിച്ചു പോകരുത്. ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ പങ്കുള്ളവരാകുന്നതോറും സന്തോഷിച്ചു ഉല്ലസിച്ചു കൊള്ളുവിൻ. കാരണം നമുക്ക് കൈപ്പണിയില്ലാത്ത ഒരു നിത്യമായിട്ടുള്ള കൊട്ടാരം സ്വർഗത്തിലെ ദൈവം ഒരുക്കിക്കൊണ്ടിരിക്കുക. നമ്മൾ കഷ്ടപ്പെടുന്നതിന്റെ ഇരട്ടിയായിട്ട് ആ കിരീടത്തിലെ മുത്ത് വർദ്ധിക്കുവാൻ ഇടയായിട്ട് കർത്താവിന് വേണ്ടി ഇറങ്ങി തിരിച്ച പ്രിയ ദൈവത്തിന്റെ കുഞ്ഞുങ്ങളെ, നിന്റെ കഷ്ടങ്ങളുടെ മക്കൾക്ക് നിനക്ക് ആരുമില്ലെന്ന് ഓർത്ത് നീ ഭാരപ്പെടേണ്ട ആവശ്യമില്ല. നിന്നെ വിളിച്ചവൻ വിശ്വസ്തനാണ്. അവൻ നിന്നെ വഴി വെച്ച് വിട്ടു പോകുന്ന ദൈവമല്ല. അവൻ നിന്റെ അവസരത്തെ നടത്തുവാൻ ശക്തനാണ്. കണ്ടോ, കർത്തൃ ദിവസത്തിൽ
യോഹന്നാൻ ആത്മവിശുദ്ധനായി അവൻ മുട്ടുകുത്തി ആമീൻ. അവന്റെ ആത്മാവ് സ്വർഗത്തിലേക്ക് എത്തുവാനിടയായി. അവന്റെ ശരീരം ആമീൻ ഭൂമിയിലാണെങ്കിലും അവന്റെ മനസ്സും ആത്മാവും കർത്താവിന്റെ അടുക്കലേക്ക് എത്തുവാനിടയായി തീർന്നു. യോഹന്നാൻ കണ്ടിട്ടുണ്ട്, കർത്താവ് യേശുക്രിസ്തുവിനെ ഗെത്സമന തോട്ടത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ പടയാളികൾ അടിച്ചു മുറിവേൽപ്പിച്ച് ശരീരം ദേഹസകലം 6 മുറിവേറ്റ് ആമെ രക്തം വലിച്ച് ക്രൂശിൽ കിടക്കുന്ന, കണ്ടാൽ ആളറിയാത്ത ക്രൂശിൽ കിടക്കുന്ന ഒരു യേശുവിനെ യോഹന്നാൻ കണ്ടിട്ടുള്ളൂ. എന്നാൽ അവൻ ആത്മവിമർശനായി സ്വർഗം തുറന്നിരിക്കുന്നത്, ദൈവത്തിന്റെ വലത് ഭാഗത്ത് കർത്താവായ യേശു ഇരിക്കുന്നത് അവൻ കാണുകയാണ്. അവൻ മാറത്തെ കെട്ടിയവനായി, ദൈവത്തിന് സുരക്ഷമുള്ള കാലുകളുള്ളവനായി, അഗ്നിജ്വാലകത്തവനായി, സമ്പന്നനായി, ദൈവത്തിന്റെ ഇടത്തിൽ പോലെ ശബ്ദം പുറപ്പെടുവിക്കുന്നവനായി, യുവത്തേക്കാൾ വേണ്ടയുള്ള രാജപതിയുള്ളവനായി, 10,000 സൂര്യൻ ഉദിക്കുന്നതിനേക്കാൾ തേജസ് ഉള്ളവനായിട്ട് യേശു സ്വർഗത്തിലിരിക്കുന്നത് കണ്ടാൽ. ഹല്ലേലൂയ. ഇന്ന് പകലിൽ പ്രതികൂലം കൂടുമ്പോഴാ നിന്റെ അനുഗ്രഹം കൂടുന്നത്. പലരും പ്രതികൂലം കൂടുമ്പോൾ പിന്മാറിപ്പോകും. എന്നാൽ പ്രതികൂലത്തിന്റെ മധ്യത്തിലും ദൈവത്തെ സേവിക്കുന്നവർക്ക് വേണ്ടി സ്വർഗീയ കാഴ്ചപ്പാടുകളും ദൈവം നിങ്ങൾക്ക് നൽകുവാൻ ഇടയായിത്തീരും. ഈ ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പി. ഇവിടെ കർത്താവായ യേശുക്രിസ്തു പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്ത് ഇരുന്നപ്പോൾ യോഹന്നാൻ കണ്ടപ്പോൾ യോഹന്നാൻ പറയുന്നു, ഞാൻ മരിച്ചവനെ പോലെയായി. അവൻ യോഹന്നാൻ യേശുവിന്റെ കാൽക്കൽ വീണു. യേശു പറഞ്ഞു, ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്ക് ജീവിച്ചിരിക്കുന്നു. മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കൈവശമുണ്ട്. ഇന്ന് പകലിൽ പ്രിയ ദൈവത്തിന്റെ കുഞ്ഞുങ്ങളെ, മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കൈവശമുണ്ട്. കർത്താവ് പറയുന്നു, ഞാൻ നിനക്ക് വേണ്ടി തുറന്നാൽ ഒരു മനുഷ്യനും അടയ്ക്കുവാൻ സാധ്യമല്ല. എനിക്ക് വേണ്ടി സ്വർഗം തുറന്ന് നിങ്ങൾ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുക. ഇന്ന് പകൽക്കാലം ഒരു ദൈവമുണ്ട്. ഞാൻ തുറന്നാൽ ആർക്കും അടയ്ക്കുവാൻ സാധ്യമല്ല. ഞാൻ അടച്ചാൽ ആർക്കും